നമ്മളിൽ പലരും മനഃപൂർവ്വമല്ലെങ്കിലും തെറ്റിച്ചെഴുതുന്ന 10 വാക്കുകളാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് അവയൊന്ന് ശരിയായിട്ട് എഴുതിയാലോ? ഒന്നാമത്തെ പദം അന്തഃഛിദ്രം. അവിടെ തെറ്റ്. ഇച്ഛയിലാണ് തെറ്റ്. ശായും ഛായും ചേർന്ന ഇച്ഛ ആണ് വരേണ്ടത്. അടുത്ത പദം ഉച്ഛ്വാസം. അവിടെ തെറ്റ്. ഇച്ഛയിലാണ്. അവിടെ ഛായും ഇച്ഛയും ചേർന്ന ഇച്ഛയാണ് വരേണ്ടത്. മൂന്നാമത്തെ വാക്ക് ഉടമസ്ഥൻ. അവിടുത്തെ തെറ്റ്. ഇസ്തയിലാണ്. സായും തായുമല്ല, സായും ധായും ചേർന്നതാണ് വരേണ്ടത്. നാലാമത്തേത് മഹത്വം. ആ വാക്കിൽ ഒരു താ പോരാ, താ ഇരട്ടിക്കണം. തത്വം. അവിടെയും ഒരു താ പോരാ, താ ഇരട്ടിക്കണം. അടുത്തത് ബലിഷ്ടം. അതിൽ ടായല്ല വേണ്ടത്, 0 ഠായാണ് വേണ്ടത്. അടുത്തത് തത്വമസി. തെറ്റെവിടെയാണ്? ഇത്വയിലാണ്. അവിടെ താ ഇരട്ടിക്കണം. അസ്ഥിവാരം. സായും ധായുമല്ല വേണ്ടത്, സായും തായുമാണ് വേണ്ടത്. അസ്ഥിവാരം. അടുത്തത് തുച്ഛം. തെറ്റ് ഇച്ഛയിലാണ്. അപ്പോൾ ശരിയായിട്ടുള്ളത് ഛ പ്ലസ് ഇച്ഛ. അവസാനത്തെ വാക്ക് അനുരഞ്ജനം. തെറ്റ് വന്നിട്ടുള്ളത് ജായും ന്യായും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുപോയി. ആദ്യം ന്യായും രണ്ടാമത് ജായും ചേർന്ന ന്യായാണ് വരേണ്ടത്.